തിരുവൊരുക്കൻ ചടങ്ങിന്റെ ഒരു ഭാഗമേ കഴിഞ്ഞിട്ടുള്ളൂ. വൈകിട്ട് ഇരുവരും വാദ്യഘോഷാദികളോടെ നാഗരകാവിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ ചടങ്ങ് പൂർത്തിയാവും. നന്ദന, സമൂഹത്തിൽ പങ്കെടുക്കുന്ന ജോഡികൾക്ക് കൊടുക്കാനുള്ള ആടയാഭരണങ്ങൾ റെഡിയല്ലേ? എല്ലാം റെഡി അങ്കിൾ. വെരി ഗുഡ്. അഖില പോ. എല്ലാം അറിയുന്നുണ്ടല്ലോ അല്ലേ? നാളെ എന്റെ കല്യാണമാണ്. ഇന്ന് തൃച്ചംബരത്തെ ഒരു അംഗത്തെ പോലെയാ തിരുവരുക്ക ചടങ്ങുകൾക്ക് എന്നെയും പങ്കെടുപ്പിച്ചത്. ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്നതാണോ അമ്മേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഒരു സ്വപ്നം പോലെ എല്ലാം ചെയ്തിട്ട് നഷ്ടപ്പെടുത്താനാണോ ഇതൊക്കെ? ഒരു വശത്ത് എന്ത് സംഭവിച്ചാലും എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുമെന്ന് പറയുന്ന വല്യ കുഞ്ഞ്, മറുവശത്ത് ഉറപ്പിച്ച കല്യാണം നടന്നില്ലെങ്കിൽ ജീവിച്ചിരിക്കില്ലെന്ന് പറയുന്ന അച്ഛൻ. ഇതിനിടയില് ഞാൻ എന്താ അമ്മ ചെയ്യണ്ടേ? എന്നെ വിട്ടുപോയെങ്കിലും അമ്മയുടെ ആത്മാവിന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. വല്യ കുഞ്ഞിനെ പിരിയാൻ എനിക്ക് പറ്റില്ലമ്മേ. മോളെ, മോളെ, അച്ഛന് സന്തോഷായി. എന്റെ മോളെ തൃച്ചംബരത്തിൽ അംഗത്തെ പോലെയാ അഖിലമ്മയുടെ കണ്ടത്. അതാ തൃച്ചംബരത്തെ ചടങ്ങുകളെല്ലാം മോളെ കൊണ്ട് ചെയ്യിച്ചത്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അഖില മേഡത്തിന്റെ മനസ്സ്. ആ മനസ്സ് വേദനിക്കുന്നതൊന്നും നമ്മൾ ചിന്തിക്കാൻ കൂടി പാടില്ല. അത് വലിയ പാപമായി പോകും. നാളെ ഈ സമയത്ത് കല്യാണം കഴിയും, പുതിയൊരു ജീവിതം തുടങ്ങും. കഴിഞ്ഞതെല്ലാം കടങ്കഥകളാണെന്ന് വിചാരിച്ച് മറന്നേക്കണം. സന്തോഷമായിട്ട് ജീവിക്കണം. ആ, അച്ഛനൊരു കാര്യം മറന്നു. നീരജ് വിളിച്ചിരുന്നു. നിന്റെ ഒരു ഫോട്ടോ വേണത്രേ. പത്രത്തിലെങ്ങാനും കൊടുക്കാനാന്നാ പറഞ്ഞേ. അച്ഛൻ്റെ കയ്യിൽ എവിടെയോ എൻ്റെ മോളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ആ, മോളുടെ കയ്യിൽ ഫോട്ടോ ഒന്നുമില്ല. ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിയുടെ വിളപ്പുറത്തമ്മ കൂടെ ഉണ്ടാവും. നാളെ തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ വല്യുഞ്ഞി ചേച്ചിയുടെ കഴുത്തിൽ താല കെട്ടിയിരിക്കും. ഉറപ്പാ. മോളെ, വരുന്നച്ചാ.
ഇല്ല സർ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. ഓക്കെ സർ, ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം സർ. ഓക്കെ, ശരി സർ. ആ. എന്താ സർ? ഒരു മിനിറ്റ്. ഇതുപോലെയുള്ള കുബേര പ്രതിമ വേറെ ഉണ്ടോ? ഇല്ല സർ. സോറി. സെവൻ 7818. ഫയൽ നമ്പർ ആകാനാ സാധ്യത. ഹലോ, മനസ്സിലായില്ലേ? ഗംഗ പ്രിയങ്കയുടെ സഹോദരിയാ, നാഗമഠത്തെ അംഗം. അപ്പോ ഈ വരവിന്റെ ഉദ്ദേശം തൃച്ചംബരത്ത് സർവനാശം അല്ലേ? അതെ, അതുതന്നെയാ ഉദ്ദേശം. ഏതായാലും ഗിരീഷ് സാറ് കൃത്യസമയത്തിന് ലക്ഷ്യത്തിലെത്തി. അവളുടെ ഒരു ഉദ്ദേശവും ഇനി നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഈ കല്യാണം മുടക്കാൻ ഈ തെളിവുകൾ തന്നെ ധാരാളം. ഓക്കെ, ഈ കല്യാണം മുടക്കാൻ ഈ തെളിവുകൾ ധാരാളം. ഇത് ആന്റി കാണുന്ന നിമിഷം ഗംഗയെ അടിച്ച് പുറത്താക്കുകയും ചെയ്യും, അതിനും സംശയമില്ല. പക്ഷേ അപ്പോഴും പ്രശ്നം തീരുന്നില്ലല്ലോ. കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ആന്റി സമ്മതിക്കൂ? സമ്മതിപ്പിക്കും. ഗംഗയും പ്രിയങ്കയും കുടുംബത്തോട് കാട്ടുന്ന പകയും കല്യാണിയുടെ വിശ്വാസതയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി അമ്മയെ കൊണ്ട് ഞാനിതിന് സമ്മതിപ്പിക്കും. അതിന് സാധിച്ചാ സന്തോഷം. പക്ഷേ എനിക്കെന്തോ ആന്റി അത്ര പെട്ടെന്നൊന്നും ഇതിന് സമ്മതിക്കാൻ തോന്നുന്നില്ല. സമ്മതിക്കും. അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. വാ, പോ. ഞങ്ങള് തിരഞ്ഞു വന്ന ഡോക്യുമെന്റ്സ് കിട്ടി. താങ്ക്സ്. ശരി സർ. സുബ്രു,
കല്യാണി ഫോൺ. ഈ സമയത്ത് എന്തിനാ വിലാസിനി മാഡം വിളിക്കണേ? ഹലോ മാഡം. എന്താടി ഫോൺ എടുക്കാൻ ഇത്ര താമസം? മാഡം ഘോഷയാത്രക്കിടയില് ഘോഷയാത്ര ഓരോരുത്തികളുടെ യോഗമേ. തൃച്ചംബരത്തെ മൂത്ത മരുമകൾക്ക് കിട്ടേണ്ട ആദരവിനും അംഗീകാരത്തിനും തുല്യമായി അടുക്കളക്കാരിക്കും താലപ്പൊലിയോടെയും വാദ്യാഘോഷങ്ങളോടെയും ഊരു ചുറ്റും പ്രദക്ഷിണവും. നടക്കാൻ പോകുന്നത് ധർമ്മക്കെട്ടാണെങ്കിൽ എന്ത്? ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയില്ലേ നിനക്ക്? പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഇനി തൃച്ചംബരത്തെ മൂത്ത മരുമകൾ സ്വപ്നമൊന്നും നീ കാണാൻ നിക്കണ്ട. അത് ഈ വിലാസിനി ജീവനോടെ ഉള്ളപ്പോ നടക്കില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ പോട്ടെ. മഹാറാണിയെ പോലെ അണിഞ്ഞൊരുങ്ങി ഊരു ചുറ്റി നടത്തുന്ന നീ നിന്റെ അനിയൻ കൂടെ ഉണ്ടോന്ന് നോക്കിയോ? മാഡം. ഒയ്യോയ്യോ, എന്തു പറ്റി? കണ്ടില്ലല്ലേ? മാഡം, എന്റെ അനിയൻ കൂട്ടൻ എവിടെ? അവനൊന്നും ചെയ്യരുത്. പേടിക്കണ്ടോ, ഇതുവരെ അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവനെ എന്റെ അടുത്തുണ്ട്. പക്ഷെ അവനെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ അത് നീ തന്നെ വിചാരിക്കണം. മാഡം, അനിയൻകുട്ടനൊന്നും ചെയ്യരുത്. അയ്യോയ്യോ, അവന് ഞാൻ ഒന്നും ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ കേക്കണം. ഈ ഘോഷയാത്ര കഴിഞ്ഞ് ക്ഷേത്രത്തിൽ വിളക്കും വെച്ചിട്ട് നീ നേരെ എന്റെ മുറിയിലേക്ക് വരണം. ആരും അറിയാതെ. മനസ്സിലായോ നിനക്ക്? ഞാൻ എവിടെ വേണമെങ്കിലും വരാം. എന്റെ അനിയൻകുട്ടനൊന്നും ചെയ്യരുത്. ഈ കാര്യം നീയും ഞാനും മാത്രമേ അറിയാവൂ. അതിനിടയിൽ നീ വല്ല വേലയും കാണിക്കാൻ നോക്കിയാ നിന്റെ താലികെട്ടും നിന്റെ അനിയൻകുട്ടന്റെ ശവമടക്കും ഒരേ മുഹൂർത്തത്തിൽ നടക്കും. നടത്തും ഞാൻ. ഓർമ്മ വെച്ചോ നീ.